നമസ്കാരം. ഏതം ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക എന്ന സിനിമയുടെ ഇന്ന് വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷനാണ്. ഇതിൽ നമ്മൾ GCC കളക്ഷൻ നോക്കുന്നുണ്ട്, കേരളത്തിലെ കളക്ഷൻ നോക്കുന്നുണ്ട്, ഓവർസീസിലെ കളക്ഷൻ നോക്കുന്നുണ്ട്, ഇന്ത്യയിലെ കളക്ഷൻ നോക്കുന്നുണ്ട്. എല്ലാം കൂടി ടോട്ടൽ എത്ര രൂപ ലോക ഇന്നേ വരെ കളക്ട് ചെയ്തു എന്നുള്ള വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ ലോക എന്ന ചിത്രം മലയാളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ഹിറ്റായ എമ്പുരാനെയും തുടരും എന്ന ചിത്രത്തെയും എല്ലാം തകർക്കുമോ എന്ന് ഇപ്പോഴത്തെ കളക്ഷൻ സ്റ്റാറ്റസ് വെച്ച് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. എന്തായാലും വീഡിയോയിലൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്വാഗതം. ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഇതുവരെ ഈ ചാനൽ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടനെ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങളെ സപ്പോർട്ടാണ് എന്നെപ്പോലെ സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കഴിയുന്നത്ര സിനിമ അപ്ഡേറ്റുകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് എന്ന വാഗ്ദാനം മാത്രം നൽകിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലോക എന്ന ചിത്രം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കൊടുങ്കാറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 16 ദിവസം കൊണ്ട് ലോക എന്ന ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതും ഓരോ മാർക്കറ്റിൽ എത്തരത്തിലാണ് എത്ര രൂപ കളക്ട് ചെയ്തുകൊണ്ടാണ് മുന്നേറുന്നത് എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യൂറോപ്പിലെ കളക്ഷനെ കുറിച്ചാണ്. 16 ദിവസം കൊണ്ട് 0.596 US$ ഈ ചിത്രം ഈ റീജിയനിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 5 കോടി രൂപ വരെ 16 ദിവസം കൊണ്ട് യൂറോപ്പിൽ നിന്ന് ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ റീജിയനിൽ നിന്ന് ലോക എന്ന ചിത്രം ഇതുവരെ ഈ 16 ദിവസം കൊണ്ട് നേടിയത് 0.638 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 5,30,00,000 രൂപ. ഏതാണ്ട് 16 ദിവസങ്ങൾ കൊണ്ടാണ് ഈ കളക്ഷൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മേഖലയിൽ നിന്ന് ലോക എന്ന ചിത്രം നേടിയെടുത്തത്. ഓസ്ട്രേലിയയിലെ മലയാളി ക്രൗഡായ സിഡ്നി, മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബാക്ക് ടു ബാക്ക് ഇപ്പോഴും ഷോകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് UK, അയർലൻഡ് ബോക്സ് ഓഫീസ് കണക്കാണ്. 16 ദിവസം കൊണ്ട് UK, അയർലൻഡ് മേഖലയിൽ നിന്ന് ലോക എന്ന ചിത്രം 1.282 US$ കളക്ട് ചെയ്തത്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 10 കോടിയോളം രൂപ കേവലം 16 ദിവസം കൊണ്ടാണ് UK, അയർലൻഡ് മേഖലയിൽ നിന്ന് ഒരു മലയാള സിനിമ ലോക എന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഈ ചിത്രം UK, അയർലൻഡ് ബോക്സ് ഓഫീസുകളിൽ കണ്ടിന്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ലോക എന്ന ചിത്രം ഇതുവരെ നേടിയത് 1.776 മില്യൺ US$ അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 15 കോടിയോളം രൂപ. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാനഡ, US എന്നിവിടങ്ങളിലെ മലയാളികൾ മാത്രമല്ല പൊതുവെ മൂവി ലവേഴ്സും ഈ ചിത്രത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഇപ്പോഴത്തെ വിവരം. അതായത് മലയാളികളല്ലാത്ത ആളുകളും ഈ ചിത്രം ആസ്വദിച്ച് തുടങ്ങുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ കണക്കുകളെ കുറിച്ചാണ്. മിഡിൽ ഈസ്റ്റിലെ കണക്കുകൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, UAE, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈത്ത് ഇങ്ങനെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 16 ദിവസം കൊണ്ട് മിഡിൽ ഈസ്റ്റ് ഓഫീസിൽ നിന്ന് ലോക എന്ന ചിത്രം നേടിയെടുത്തത് 7.297 മില്യൺ US$ അതായത് ഏകദേശം ഇന്ത്യൻ രൂപ 61 കോടി രൂപ. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 61 കോടി രൂപ മിഡിൽ ഈസ്റ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലോക എന്ന ചിത്രം ഇതിനോടകം 16 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നു. പല പല കാരണങ്ങൾ അതിനുണ്ട്. ഒന്നാമത് മലയാളികളുടെ വലിയൊരു സാന്നിധ്യം. ഇപ്പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓവർസീസ് മാർക്കറ്റ് മലയാള സിനിമയുടെ ബാക്ക് ബോൺ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഓവർസീസ് കളക്ഷനും വലിയ രീതിയിൽ മലയാള സിനിമയ്ക്ക് മിഡിൽ ഈസ്റ്റ് ബോക്സ് ഓഫീസിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മേഖലയിലെ കളക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, കേരളം ഒഴികെയുള്ള പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ കണക്കാണ് നമ്മൾ ഇന്ന് ലോക എന്ന ചിത്രത്തെ പറ്റി നോക്കാൻ പോകുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വലിയ രീതിയിലുള്ള കളക്ഷനാണ് ലോക എന്ന ചിത്രം ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷന് പുറമെ ശക്തമായ റൺ തിയേറ്ററിൽ ഇപ്പോഴും ലോക എന്ന ചിത്രം
റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നത് വലിയൊരു കാര്യമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസായി ഇതുവരെ ലോക എന്ന ചിത്രം കളക്ട് ചെയ്തത് 44,17,00,000 രൂപയാണ്. സൗത്ത് ഇന്ത്യ സ്റ്റേറ്റിൽ തന്നെ എസ്പെഷ്യലി ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ മലയാളികൾ മാത്രമല്ല നോൺ മലയാളികളും ഈ ചിത്രത്തെ വലിയ രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഇതിന്റെ കളക്ഷൻ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നോർത്ത് ഇന്ത്യയിലും മൾട്ടിപ്ലക്സ് ഷോസിൽ ഗ്രോത്ത് ഈ ചിത്രം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കളക്ഷൻ നോർത്തിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഇനിയും ഒരു പക്ഷേ നിലവിലുള്ളതിനേക്കാൾ കുതിച്ചേക്കാമെന്ന ഉറപ്പാണ് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ ലഭിക്കുന്നത്. അവസാനമായി നമുക്ക് കേരളത്തിലെ കളക്ഷന്റെ കാര്യങ്ങൾ നോക്കാം. മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ ലോക എന്ന മലയാള ചിത്രത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ബേസ് ഉള്ളത് കേരളത്തിലായിരിക്കുമല്ലോ. കേവലം 16 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും ഈ ചിത്രം 78,10,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഒരു ചെറിയ എമൗണ്ടേ അല്ല. ഓർക്കുക, കേവലം 16 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇത്രയും വലിയൊരു തുക ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നത്. അതായത് മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ടോപ്പ് ഗ്രോസേഴ്സ് ലിസ്റ്റിലേക്ക് ലോക എന്ന ചിത്രം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റ് ഓഡിയൻസും ഫാമിലി ക്രൗഡും നല്ല സ്ട്രോങ് ആയിട്ട് ഈ ചിത്രത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ മിക്ക ദിവസങ്ങളിലും ഏറ്റവും എടുത്തു പറയേണ്ടത് വീക്കെൻഡ് ദിവസങ്ങളിൽ എല്ലാ തിയേറ്ററിലും നമ്മൾ കാണുന്നത് ഹൗസ്ഫുൾ ബോർഡുകളാണ്. എന്തായാലും കേരളത്തിൽ ഈ ചിത്രം ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മലയാള സിനിമയിലെ കളക്ഷന്റെ കാര്യത്തിൽ നിലവിലെ ടോപ്പായ എമ്പുരാന് ലോക എന്ന ചിത്രം മറികടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ കളക്ഷൻ ഗ്രാഫ് കണ്ടാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. മിക്കവാറും ലോക എന്ന ചിത്രം തിയേറ്റർ വൈസ് മാത്രം ഒരു പക്ഷേ 350 കോടി 400 കോടിയുടെ അടുത്തായി കളക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ മാർക്കറ്റിലും ലോക എന്ന ചിത്രം അത്രമേൽ ക്രൗഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മിക്ക ആളുകളും ചോദിക്കുന്നത് എമ്പുരാന്റെ കളക്ഷനെ മറികടക്കുമോ എന്നല്ല, ലോക എന്ന ചിത്രം മലയാള സിനിമയിലെ ആദ്യത്തെ 500 കോടി നേടുമോ എന്നുള്ളതാണ്. ഓർക്കുക, കേവലം 30 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത്. ആ ചിത്രം ഇപ്പോൾ ഏതാണ്ട് 215 കോടിയോളം എത്തി നിൽക്കുന്നു. വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഇല്ല. ഒരു കല്യാണി പ്രിയദർശനും നസ്ലനും ഇവരാണ് ഇത്രയും വലിയ കളക്ഷൻ നേടിയെടുക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാം. സൂപ്പർ താരങ്ങളോ ലേഡി സൂപ്പർ താരങ്ങളോ അല്ല ഒരു സിനിമയുടെ കളക്ഷൻ ബേസ്. സ്റ്റോറി തന്നെയാണ് രാജാവ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ലോക എന്ന ചിത്രം എത്രത്തോളം കളക്ട് ചെയ്യും? ടോട്ടൽ കളക്ഷൻ ഫൈനൽ എവിടെ ചെന്ന് നിൽക്കും? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ അഭിപ്രായം കേൾക്കാൻ ഞാനും താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവായി കമന്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണ തരിക. നിങ്ങളുടെ പിന്തുണ എന്നെപ്പോലെ സാധാരണക്കാരന് വളരെ അത്യാവശ്യമാണ്. എന്തായാലും മറ്റൊരു വിഷയവുമായി വേറൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. ബൈ.